ഹായ്. പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക്സ്. അല്ല, ഈ വിവേക് ഇതവിടെ പോയി? ഒന്ന് പുറത്തേക്ക് പോയതാ, കുറച്ച് കഴിയുമ്പോ വരും. ഓക്കെ. ആ കേറി വാ. ആ ഇരിക്ക്. ഇരിക്കുന്നേ. ഞാനൊരു ചായ ഇട്ടിട്ട് വരാം. അപ്പോഴേക്കും വിവേക് വരും. ശരി. ഇതെന്ത് മാജിക്കാ നീ എന്നോട് ചെയ്ത്? ഒരു മിനിറ്റ് പോലും എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. ആണോ? കുറച്ച് ക്ഷമ കാണിക്ക്. എന്തുകൊണ്ടെന്നാൽ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നല്ലേ. ഇതിപ്പോ ആട്ടിൻ സൂപ്പല്ല, നീ എനിക്കൊരു ലഹരിയാ. വിവേക് വന്നു എന്നത് ഒന്ന്. ഏയ്, ഇതെന്തേ കാണിക്കുന്നേ? കൺട്രോൾ യുവർ സെൽഫ്. നീ പോയി ആ സോഫയിലിരിക്കെ, ഞാൻ വരാം. പോ. അല്ല, ഇതാ പിടിച്ചോ. ആ അങ്കിളെ, ഞാൻ നിന്നെ അന്വേഷിക്കുമായിരുന്നു. എന്ത് ഇന്ന് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടോ? ആ, ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാ. ചപ്പാത്തി ഞാൻ കൊണ്ടുവരണോ? ആ, ഇന്ന് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതെന്താ, ആരെങ്കിലും വരുന്നുണ്ടോ? അല്ല, ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോവാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ പിന്നെ ചപ്പാത്തി തികയാതെ വരരുതല്ലോ. ഓക്കേ അങ്കിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഹലോ. ഹായ്. ലഞ്ച് കഴിച്ചായിരുന്നോ? കഴിച്ചോണ്ടിരിക്കാം. പിന്നെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും? എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഷിംല വരെ ഒന്ന് പോവുക. എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണേ. പിന്നെ എന്റെ സ്വെറ്ററൊക്കെ എടുത്തൊക്കെ മറക്കരുത്. എപ്പോഴാ പോകുന്നേ? അതെ, നാളെ പോകുന്നു ഞാൻ പറഞ്ഞല്ലോ നിന്നോട്. ഓ, ആഹാ, ഞാനത് വിട്ടുപോയി. ആ ശരി, ഞാനത് പാക്ക് ചെയ്യാം. ശരി, ഓക്കെ. ബൈ. യാ, ബൈ. കൊള്ളാങ്കിളെ, അടിപൊളിയായിട്ടുണ്ട്. ചിക്കൻ കറി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചിക്കൻ കഴിക്കും, നിന്റെ അച്ഛനും ചിക്കൻ കഴിക്കും, പിന്നെന്താ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാത്തെ? എന്റെ അമ്മ കഴിക്കില്ലല്ലോ, അതുകൊണ്ടാ. എന്റെ അമ്മയുടെ വീട്ടുകാരുണ്ടല്ലോ, അതായത് എന്റെ അപ്പൂപ്പനൊക്കെ, എല്ലാവരും വെജിറ്റേറിയൻസാ. ഓക്കേ. പിന്നെ നീ പോകുമ്പോഴേ കിച്ചണിലൊരു പാത്രമുണ്ട്, അതുകൂടി കൊണ്ടുപോകണം, മറക്കല്ലേ. കഴിക്കേ. ഫുൾ ടൈം ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് വയസ്സായെന്ന് നിങ്ങളുടെ ശരീരം സമ്മതിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ടെൻഷൻ നീ അറിയുന്നില്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു നിനക്ക്. എനിക്ക് എന്തുമാത്രം സ്ട്രെസ് ഉണ്ടെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പ്ലീസ്, എല്ലാവരുടെ ലൈഫിലും സ്ട്രെസ് ഉണ്ട് എന്ന് വെച്ച് ജീവിതത്തിൽ അടിസ്ഥാന കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണോ? നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതെ, അതാ നല്ലത്.
അണ്ടായിരൊടങ്ങാനായിട്ട് ഇവരെ കാണാൻ എന്തൊരു സെക്സിയാണ്. ആയ കാലത്ത് ചുമ്മാ അന്യായ ഐറ്റം ആയിരിക്കും. ഞാൻ ജനിച്ചത് ലേറ്റ് ആയിപ്പോയി. പോട്ടെ, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയല്ലോ. ഹലോ, ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? ആ, ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. പ്ലീസ് ഒന്ന് വേഗം ആ വാ. ദാ വരുന്നു. ആ ദാ വരുന്നു. ഇന്ന് ഇതിപ്പോ എന്താ പറ്റിയേ? ഇന്ന് ചെയ്യാനുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നീ എൻ്റെ അടിമ, അപ്പൊ ഞാൻ നിന്റെ റാണി. നീ ആ മൊബൈലിന്റെ ചാർജർ എടുത്ത് വെച്ചായിരുന്നോ? ആ അതൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നീ ഇത് തന്നെയാ പറഞ്ഞത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ചാർജറുള്ള ഒരു കുന്തമില്ല. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. എന്റെ പൊന്നു, ദേ ഇരിക്കുന്നു, ഇതല്ലേ ചാർജർ. അല്ല, ഈ വിവേക് എവിടെ പോയി? രാവിലെ മുതൽ കണ്ടില്ലല്ലോ അവനെ. ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ അവൻ കളിക്കാൻ പോയിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും. എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. യെസ്, ഓൾ ഡൺ. എന്നാ ഞാൻ ഇറങ്ങാം. നിങ്ങൾ സേഫായിട്ടിരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മതി. ഞാൻ ഓഫീസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിടാം. സേഫായിരിക്കണം കേട്ടോ. ശരി, സേഫ് ആയിട്ട് പോയിട്ട് വാ. എത്തിയാലോടൻ എന്നെ വിളിക്കണം. ഓക്കെ? ഓക്കെ. മിസ് യു. ടേക്ക് കെയർ. ബൈ. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലേ? അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതായിരുന്നില്ലേ നമ്മുടെ ബന്ധത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ചിലപ്പോ എനിക്ക് ഇത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. സാരിഗമ പാധ നീസ സനിധ പ സരിഗമ പാധ നീസ സരിഗമ. വാട്ട് എ വോയിസ്. താങ്ക്സ്. പക്ഷെ കലാകാരന്മാർ ഇത്ര രാവിലെ എഴുന്നേക്കോ? നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ? നിങ്ങളെന്റെ ഇൻസ്പിറേഷൻ. കല്യാണത്തിന് മുമ്പ് ഞാൻ ഇടയ്ക്കൊക്കെ പാടുമായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ തിയേറ്റർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സിംഗേഴ്സിന് ആവശ്യം വരാറുണ്ട്. താങ്ക്സ്. പക്ഷെ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടില്ല. എന്താന്ന് വെച്ചാ വീട്ടിലെപ്പോൾ എന്ത് പണി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് സിംഗിങ്. ഇതാ എൻ്റെ കാർഡ്. എപ്പോഴെങ്കിലും തീരുമാനം മാറ്റുകയാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ആ പിന്നെ നിങ്ങളുടെ വോയിസ് നിങ്ങളെപ്പോലെ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്.
ഹലോ, ഹലോ, പറയൂ സിംഗർ മാഡം, സുഖമായിരിക്കുന്നോ? എന്നെ മനസ്സിലായോ? കൊള്ളാലോ. പിന്നെ നിങ്ങളുടെ ശബ്ദം ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ പറ്റുമോ? അതെന്തായാലും നന്നായി. ഇപ്പൊ എന്താ ചെയ്യുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് ചെയ്യണോന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ. ഞാനിവിടെ ബോറടിച്ചിരിക്കുക. നിങ്ങളുടെ വീട്ടിലേക്കോ? ആ, ഓ പേടിക്കണ്ട, ഇവിടെ ആരുമില്ല. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ശരി, ഞാൻ വന്നേക്കാം. ഓക്കെ, ബൈ. എന്തൊരു ഭംഗിയാണ്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ആസ്വദിക്കാനായിട്ട് ആരുമില്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം? അങ്ങനെയല്ല, ശരിക്കുള്ള സൗന്ദര്യത്തെ കണ്ട് ആസ്വദിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ? ടീ ഓർ കോഫി? ആസ് യു വിഷ്. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ഇങ്ങതായോ, കോഫി ഞാനുണ്ടാക്കാം. എന്റെ കോഫി സൂപ്പറാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ആണോ? ശരി, എങ്കിലൊന്ന് ഉണ്ടാക്കി കാണിക്ക്. ഞാനൊന്ന് നോക്കട്ടെ നിന്റെ കോഫി നല്ലതാണോന്ന്. നോക്കിക്കോ. എങ്കിൽ ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്യാം. ശരി. കുടിച്ചു നോക്കിട്ട് പറ താങ്ക് യു. എങ്ങനെയുണ്ടെന്ന്. കോഫി നന്നായിട്ടുണ്ട്. ഇതിൽ എന്ത് സീക്രട്ടാ മിക്സ് ചെയ്തിരിക്കുന്നേ? പേടിക്കണ്ട, അതിൽ മയക്കുമരുന്നൊന്നും കലർത്തിയിട്ടില്ല. കലർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ പേരും പറഞ്ഞ് എന്തെങ്കിലും നടക്കുമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന്. അതൊക്കെ സാധിച്ചു തരൂ? അയ്യോ, അതെ, വിവേക് വരാൻ സമയമായി. എനിക്ക് പോണം. പോണെന്ന് നിർബന്ധമാണോ? ഐ നോ, പക്ഷെ പോയേ പറ്റൂ. ഹലോ അമ്മ, ഇത് എവിടെയാ? ആ മോനെ, അമ്മദാ വന്നോണ്ടിരിക്കുക. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതായിരുന്നു. ഞാൻ വീടിന്റെ പുറത്ത് ആ നിൽക്കാം. മോനെ, അമ്മദാ എത്തി. ഇവിടെ നിൽക്കുന്നേ. ബൈ. ബൈ. ആ, ഞാൻ എന്താ വരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ കണ്ടതായിരുന്നു. നമ്മൾ തമ്മിൽ ഈ പ്രായവ്യത്യാസം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കായിരുന്നു. ഞാനിപ്പോഴും നിന്റെ അല്ലേ, നിന്റെ മാത്രം.
എനിക്ക് കുറച്ചായിട്ട് മാത്രം പറ്റില്ല. നിനക്ക് എപ്പോഴാ കുറച്ചായിട്ട് മതിയായിക്കുന്നേ? ഇതാരായിരിക്കും ഈ സമയത്ത്? അറിയില്ല, നീ നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഉം. വിവേക്, വിവേക്, എങ്ങോട്ട് പോകുന്നേ? വിവേക്, വിവേക്, അമ്മേ, അമ്മ എന്താ ഇവിടെ? വിവേക്, അത് ഞാൻ അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. സംതിങ് ഇമ്പോർട്ടൻറ്റ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോനെ. വേറൊന്നുമില്ല. എന്തു പറ്റി വിവേക്? വിവേക്, 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 വിവേക്. താങ്ക് യു മോനെ. ഒരു മകന് മാത്രമേ അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ പറ്റുള്ളൂ. പെണ്ണെന്ന വർഗത്തെ മനസ്സിലാക്കാൻ ദൈവത്തിന് പോലും പറ്റിയിട്ടില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നീ. അവന് കൊടുക്കാൻ അമ്മ പായസം ഉണ്ടാക്കും. ആരും അറിയാതെ ആ പായസപാത്രം നീ എൻ്റെ അടുത്തേക്ക് എടുത്തു കൊണ്ടുവരണം. മോനെ മനസ്സിലായോ? ആ അച്ഛാ, എനിക്ക് മനസ്സിലായി. ആ വിവേക്, നീയോ? എടാ, ഞാൻ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, പക്ഷെ പറയാൻ മറന്നുപോയി. വാ, കഴിച്ചിട്ട് പോ. സോറി അങ്കിൾ, ഞാനിപ്പോ ചിക്കൻ കഴിക്കുന്നത് നിർത്തി. അതെന്താ? മമ്മി അങ്കിളിന് തരം പായസം തന്നു വിട്ടിട്ടുണ്ട്. ആ, പായസോ? ആ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ ശരി അങ്കിൾ, ഞാൻ വരട്ടെ. ആ ശരി. ഹലോ സാർ, യോഗേഷാ സംസാരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഫ്ലാറ്റിൽ സന്ദീപ് എന്ന് പറഞ്ഞൊരു പയ്യൻ താമസിക്കുന്നുണ്ട്. അവന് വിഷം കൊടുത്ത് കൊന്നു. അയാൾക്ക് വിഷം കൊടുത്തത് മിനുക്കൂർ എന്ന് പറഞ്ഞ പെണ്ണ. ഇതൊക്കെ ഞാനെങ്ങനെ വിശ്വസിക്കും? വിശ്വാസം ഇല്ലെങ്കിൽ നേരിട്ട് വന്ന് അന്വേഷിക്കണം സാർ. മീഡിയയിലൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിലെ ഫിംഗർ പ്രിന്റ് മിസ്സാകാമെന്ന് നോക്കണം സാർ. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മുംബൈ പോലീസ്. ജയ് ഹിന്ദ് സാർ. you